പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ. പൂജ്യനാം പുണ്യതാതാ യേശുവിൻ സ്നേഹദൂതാ. യൂദാത്താദേവൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. യൂദാത്താദേവൂസേ നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്നയെങ്കിലും, ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്നയെങ്കിലും. മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാനിന്ന് ഒരു സാക്ഷ്യം പറയാനായിട്ടാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസം വിശുദ്ധ യൂദാസ്ലീഹായുടെ നൊവേന ദിവസം തന്നെ സാക്ഷ്യം പറയാൻ സാധിക്കുന്നതിൽ വളരെ നന്ദി സ്നേഹവും ഞാൻ കൊടുത്ത വാക്കിന്മേലുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനുള്ള ഒരു സാക്ഷ്യം ഈ ചാനലിലൂടെ വെളിപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നു. അത് ആദ്യമായി ഈശോയ്ക്കും അസാധ്യകാര്യങ്ങളുടെ മാധ്യസ്ഥ ശക്തിയുടെ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് സംഭവിപ്പിക്കുന്ന പ്രാർത്ഥനകൾ അതേപടി സ്വീകരിച്ച് ഈശോയുടെ തിരുസന്നിധിയിലെത്തിക്കുന്ന ആ വിശുദ്ധൻ്റെ യൂദാസ്ലീഹായുടെ അത്ഭുത അസാധ്യ കാര്യങ്ങളുടെ മാധ്യസ്ഥ ശക്തി ഇന്ന് ലോകത്തിന് മുന്നിൽ ഞാൻ വെളിപ്പെടുത്തുന്നു. ആദ്യമായി ആ പ്രാർത്ഥന ചൊല്ലുകയാണ്. യൂദാ വിശുദ്ധ സ്ലീഹാ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിന്ദാസർ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാതയാനിതേ. മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലീഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യം ഏതാണോ അത് പറയുക. ഞാൻ പറഞ്ഞ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു രോഗശാന്തിയായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ കഴിഞ്ഞ വ്യാഴത്തിന് 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ഈ യൂദാസ്ലീഹായുടെ ഈ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ലിങ്ക് അയച്ച് കൊടുത്തിട്ട് അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ പ്രാർത്ഥിക്കണം, ഇന്ന് വൈകിട്ട് തന്നെ നൊവേനയുണ്ട്, പ്രാർത്ഥിക്കണം. അപ്പോൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, ഡേറ്റ് മറന്നു പോകാതെ അടുത്ത വ്യാഴാഴ്ച വരെ. അപ്പോൾ ഇന്നലെയായിരുന്നു സ്കാനിങ്, പെറ്റ് CT സ്കാൻ ആയിരുന്നു. അപ്പോൾ അടുത്ത വ്യാഴാഴ്ച വരെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പ്രകാരം പുള്ളിക്കാരി പ്രാർത്ഥിച്ച് ഇന്നലെ റിസൾട്ട് വന്നു. അത്ഭുതകരമായ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ യൂദാസ്ലീഹയുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ആ രോഗശാന്തി, ഒന്നുപോലും മെറ്റാസ്റ്റാസിസ് ആയിട്ടില്ല, ക്യാൻസർ പ്രോഗ്രസ് ചെയ്തിട്ടില്ല. ഇനി അവർക്ക് ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതി എന്ന് വെച്ചാൽ പൂവർലി ഡിഫറൻഷ്യേറ്റഡ് കാർസിനോമ ആയിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ് ലിംഫ് നോഡ്സിലെല്ലാം സ്പ്രെഡായതാണ്, അതുകൊണ്ട് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ കേസാണ്. അത്ഭുത മാധ്യസ്ഥ ശക്തിയിൽ ഈശോ നമുക്കത് സാധിച്ചു തന്നു. ഈ ഒരു സന്തോഷവും വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥ ശക്തി ലോകം മുഴുവൻ വെളിപ്പെടുത്തിക്കൊള്ളാമെന്നുള്ള ആ വാഗ്ദാനത്തിൻ്റെ പ്രകാരം ഞാനിന്നിത് ഈ ചാനലിൽ സമർപ്പിക്കുന്നു. ഇത് ഒപ്പം തന്നെ ഒരു ഓപ്പൺ ടെസ്റ്റിമണിയായിട്ട് അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ വഴിയാണ് ഞാനിത് ഈ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കാനിടയായത്. അപ്പം അത് അവിടെ പോയി തന്നെ പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഇത്രയും ദൂരമായത് കാരണത്താൽ സാധിക്കുന്നില്ല, അസൗകര്യങ്ങളുള്ളതിനാൽ. അതുകൊണ്ട് ഞാൻ ഇന്ന് ചാനലിലൂടെ പറയുമ്പോൾ അത്രയും ക്ഷമയില്ല എനിക്ക് അവിടെ വരെ പോയി ചെയ്യാനുള്ള, അതുവരെ കാത്തിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് സാക്ഷ്യം ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്തായാലും ദൈവത്തിന് അസാധ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് ഈ നിയോഗം, ഈ ടെസ്റ്റിമണി ഇവിടെ അവതരിപ്പിക്കുന്നു. ആ പ്രാർത്ഥന നമുക്ക് സമാപനത്തിലേക്ക് എത്തിക്കാം. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി, ഈ വ്യാഴാഴ്ച ഇന്നാവുന്നേ ഉള്ളൂ. ഇന്നലെയായിരുന്നു ടെസ്റ്റ്, റിസൾട്ട് എന്തായാലും വന്നു. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നൊവേന സ്പെഷ്യൽ ഇത് ഇടാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നന്ദി, ഈശോയ്ക്ക് നന്ദി, യൂദാസ്ലീഹായ്ക്ക് നന്ദി. അത്ഭുത മാധ്യസ്ഥത ശക്തി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ഇതുപോലെ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതും
പിന്നെ മാധ്യസ്ഥ ശക്തി ഏറ്റവും കൂടുതൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്തായാലും ഞാനത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ നിയോഗം നമ്മൾ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നസ്രായനായ എൻ്റെ യേശുവേ, വിശുദ്ധ യൂദാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് അതിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ 3 നിയോഗം വെച്ചാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. 3 നിയോഗമായി നമുക്ക് പ്രാർത്ഥിക്കാം. പൂജ്യനാം പുണ്യതാതാ, യേശുവിൻ സ്നേഹദൂതാ. പൂജ്യനാം പുണ്യതാതാ, യേശുവിൻ സ്നേഹദൂതാ. യൂദാത്താദേവൂസേ, നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. യൂദാത്താദേവൂസേ, നിൻ പാദപീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നു. ഒറ്റിക്കൊടുത്തവൻ്റെ പേരിനാൽ പലരും മറന്നു നിന്നയെങ്കിലും, ഒറ്റിക്കൊടുത്തവന്റെ പേരിനാൽ പലരും മറന്നു നിന്നയെങ്കിലും, മഹിമപ്രതാപമോടെ വാണിലും ഭൂവിലും ദീപ്തിയാർന്ന ദീപമേ, ക്ലേശം നിറഞ്ഞിടുന്നു പാതയിൽ, ആശകൾ അസ്തമിക്കും വേളയിൽ, ശരണമില്ലാരുമീ തനയരിൽ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ, കൃപ നീ ചൊരിഞ്ഞിടുദയാനിതേ. അപ്പോൾ ഇത് ഇന്ന് ഇവിടെ മഹത്വപ്പെടുത്താനും വെളിപ്പെടുത്താനും കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി ഈശോയ്ക്കും. ഇത് ഒരാളെങ്കിലും ഈ പ്രാർത്ഥന കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ സാക്ഷ്യത്തിനൊരു ബലമായിരിക്കട്ടെ എന്ന് കരുതിയിടുന്നതാണ്. എന്തു തന്നെയായാലും ആ വാക്ക് എനിക്ക് ഉടൻ തന്നെ അനുഗ്രഹയിൽ പോയി തന്നെ സാക്ഷ്യം വെളിപ്പെടുത്തുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, എന്നെയും കുടുംബത്തെയും. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ, യൂദാസ്ലീഹയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ച പ്രാർത്ഥനകൾ എല്ലാവരുടെയും അദ്ദേഹം സ്വീകരിച്ച് അത് ക്രിസ്തുവിൻ്റെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കട്ടെ. ഇങ്ങനെ മഹത്വപ്പെടുത്തുവാനൊക്കെ എനിക്ക് കഴിയുന്നത് ദൈവാനുഗ്രഹം എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കുടുംബവും. ഒരുപാട് നന്ദി ഈശോയ്ക്ക്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹത്തിൻ്റെ ഒരു വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കട്ടെ. തിരുരക്തത്താൽ കഴുകി വചനം കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ ലോകത്തെ തന്നെ എല്ലാ ജനതകളുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാവരുടെയും നിയോഗങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു തരുന്ന ഈ മാധ്യസ്ഥ ശക്തിക്ക് മുന്നിൽ എല്ലാം സമർപ്പിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലെല്ലാം സമർപ്പിക്കുന്ന ആത്മാവും ശരീരവും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നിതാ ഈ വീഡിയോ ഇവിടെ സമാപനത്തിലേക്ക് എത്തിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.